സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സത്യജിത് റേ എന്ന പേര് വളരെയധികം ഫെമിലിയർ ആയിരിക്കും. സിനിമ പഠിപ്പിക്കുന്ന സമയത്ത് ഈ പേര് ഒന്നിൽ കൂടുതൽ തവണ പരാമർശിക്കപ്പെടാത്ത ഒരു ഫിലിം അക്കാഡമിയോ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നത് മറ്റൊരു സത്യമാണ്. കാരണം ഇന്ത്യൻ സിനിമ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അമരക്കാരിൽ ഒരാളായിരിക്കും സത്യജിത് റേ. സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്തിട്ടുള്ളത് വളരെ മികച്ച സൃഷ്ടികളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സത്യജിത് റേയെ കുറിച്ചല്ല. അദ്ദേഹത്തിൻ്റെ ക്ലാസിക് എന്ന് എക്കാലത്തും വിശേഷിപ്പിക്കാവുന്ന പാഥേർ പാഞ്ചാലി എന്ന സിനിമയിലെ ദുർഗയെ പറ്റിയാണ്. അതായത് ദുർഗ എന്ന കഥാപാത്രം അവതരിപ്പിച്ച ഉമാദാസ് ഗുപ്തയെ പറ്റിയാണ്. അന്നത്തെ കാലഘട്ടത്തിലെ മുഴുവൻ സ്റ്റീരിയോ ടൈപ്പുകളെയും പൊളിച്ചടുക്കിക്കൊണ്ട് പാഥേർ പാഞ്ചാലി എന്ന മാഗ്നം ഒപ്പസ് പിറവിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ഉമാദാസ് ഗുപ്ത എന്ന കലാകാരിയും പിറവിയെടുത്തു. സാമൂഹ്യ നിർമ്മിതികളുടെ പ്രതിബിംബമായി പുറത്തിറങ്ങിയ പാഥേർ പാഞ്ചാലി എന്ന സിനിമയ്ക്ക് ദുർഗ എന്ന കഥാപാത്രം അത്രയേറെ പ്രധാനപ്പെട്ടതായിരുന്നു. യാതൊരു തരത്തിലുമുള്ള സിനിമാ നാടക പാരമ്പര്യവും ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല ഉമാദാസ് ഗുപ്ത. പക്ഷെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ തൻ്റെ ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള സിനിമാ ആസ്വാദകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ഉമാദാസ് ഗുപ്തയ്ക്ക് ലഭിച്ച പ്രശംസകൾ അനവധിയാണ്. വിഭൂതിഭൂഷൺ ബാദ്യോപാധ്യായയുടെ ബംഗാളി നോവലിൽ നിന്നാണ് പാഥേർ പാഞ്ചാലി എന്ന സിനിമ ഉണ്ടാവുന്നത്. അപ്പുവിൻ്റെയും സഹോദരിയായ ദുർഗയുടെയും ജീവിതത്തിലെ കഷ്ടപ്പാടുകളാണ് ഈ സിനിമയുടെ ബേസിക് പ്ലോട്ട്. കഥയുടെ അവസാനത്തിൽ ദുർഗയ്ക്ക് ഒരു അസുഖമുണ്ടാവുകയും അത് ചികിത്സിക്കാൻ പണമില്ലാതെ ദുർഗ മരണപ്പെടുകയും ചെയ്യുന്നു. അതോടുകൂടി ജീവിച്ചിരുന്ന വീടും സ്വന്തം നാടും ഉപേക്ഷിച്ച് ദുർഗയുടെ കുടുംബം കാശിയിലേക്ക് പോവുകയാണ്. പാഥേർ പാഞ്ചാലിയുടെ സീക്വലായി പുറത്തിറങ്ങിയ അപരാജിതവും അപൂർ സൻസാർ എന്നീ 2 സിനിമകളിലും ദുർഗയുടെ സഹോദരനായ അപ്പുവിൻ്റെ ബാക്കി ജീവിതമാണ് പറഞ്ഞു പോകുന്നത്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളരുന്ന ദരിദ്രരായ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയായി ഉമാദാസ് ഗുപ്ത എത്തിയപ്പോൾ സിനിമയ്ക്കുമപ്പുറം പ്രേക്ഷകർ ആ കഥാപാത്രത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. പ്രത്യേകിച്ച് സഹോദരങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ സീൻസൊക്കെ സിനിമയുടെ ആസ്വാദനത്തെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പാഥേർ പാഞ്ചാലി എന്ന സിനിമയ്ക്ക് ലഭിച്ച എല്ലാ അംഗീകാരങ്ങൾക്ക് പിന്നിലും ഉമാദാസ് ഗുപ്ത എന്ന അതുല്യ പ്രതിഭയുടെ വിലയേറിയ സംഭാവനകളുണ്ട്. മെയിൻ സ്ട്രീമിലേക്ക് പിന്നീട് സജീവമായി വന്നിട്ടില്ലെങ്കിലും പാഥേർ പാഞ്ചാലി എന്ന ഒറ്റ സിനിമ മതി ഉമാദാസ് ഗുപ്ത എന്ന പേര് എക്കാലത്തും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കാൻ. തൻ്റെ 83-ാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ ഉമാദാസ് ഗുപ്ത ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ എക്കാലത്തും അനശ്വരയായിരിക്കും എന്നുള്ളത് തീർച്ച.